ഹലോ. അപ്പോൾ നമുക്ക് അധികം പണികളൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി നോക്കിയാലോ? ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കുറച്ച് സ്പെഷ്യൽ ആണെന്നും കൂടി പറയാവേ. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ആ ഒരു സ്ക്വയർ ഷേപ്പിലൊന്നും അല്ല കേട്ടോ. ഇത് ചെയ്യാനും ഭയങ്കര എളുപ്പമാടാ. ആദ്യം ഒരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഉണ്ടല്ലോ ഇവിടെ സ്കെയിൽ എടുത്തിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ ആ ഒരു ലെങ്ത്തിലൊന്ന് ഈ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലും കറക്റ്റ് ഇതുപോലൊരു ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ താഴ്ഭാഗം മാത്രം ഒന്ന് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാവേ. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലൊരു ഷേപ്പ് കിട്ടുവേ. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡ് ഇതുപോലൊന്ന് അമർത്തി മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിൽ ആ 4 പീസ് ഉണ്ടല്ലോ അത് നേരെ ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും റിബണ് വെച്ചൊന്ന് ആ ഹോളിലൂടെ ഇട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. സംഭവം സെറ്റായി. പിന്നെ നമ്മളുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിൻ്റെ സുന്ദര കുട്ടപ്പനാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്ന ചിത്രമൊക്കെ വരച്ചതൊന്ന് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗിഫ്റ്റൊക്കെ എന്ത് ചെയ്യുക, നേരെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നേരെ കമൻറ്റ് ബോക്സിലും കൂടി പറയുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. പിന്നെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.